നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യക്ക് മുറിവേറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആക്രമണത്തിലെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുമെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടാണെന്നും ലോക നേതാക്കൾ ഇന്ത്യക്കൊപ്പമാണെന്നും പ്രധാനമന്ത്രി. കശ്മീരിലെ ഭീകരരുടെ 2 വീടുകൾ കൂടി തകർത്ത് സൈന്യം. ഷോപ്പിയാനിലും ത്രാലിലുമാണ് വീടുകൾ തകർത്തത്. ഇതോടെ തകർത്ത വീടുകളുടെ എണ്ണം 8 ആയി. ഇന്ത്യക്കെതിരെ വീണ്ടും ആണവായുധ ഭീഷണിയുമായി പാകിസ്ഥാന് 130 മിസൈലുകൾ ഉണ്ടെന്നോർക്കണമെന്ന് പാക് റെയിൽവേ മന്ത്രി ഹനീഫ് അബ്ബാസി പറഞ്ഞു. പാകിസ്ഥാനുള്ള വെള്ളം തടഞ്ഞാൽ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ എന്നും മന്ത്രി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് പിന്തുണ ആവർത്തിച്ച് FBI ഡയറക്ടർ കാഷ് പട്ടേൽ. ഭീകരവാദമെന്ന തിന്മയിൽ നിന്ന് ലോകം നേരിടുന്ന ഭീഷണികളെ ഓർമ്മപ്പെടുത്തുന്നതാണ് സംഭവമെന്നും ഇന്ത്യൻ സർക്കാരിനോടുള്ള പൂർണ്ണ പിന്തുണ തുടരുമെന്നും കാഷ് പട്ടേൽ പറഞ്ഞു. കശ്മീരിലെ കുപ്വാരയിൽ സാമൂഹ്യ പ്രവർത്തകനെ ഭീകരർ വെടിവെച്ചു കൊന്നു. വീട്ടിൽ കയറിയാണ് ഗുലാം റസൂൽ മാഖ്രയെ വെടിവെച്ചു കൊന്നത്. കശ്മീരിൽ ഭീകരർക്കെതിരെയുള്ള നടപടി തുടരുകയാണ്. അതിന്റെ ഭാഗമായി മുന്നറിയിപ്പില്ലാതെ ധലം നദിയിലെ ഉറി ഡാം തുറന്നുവിട്ടു. IB കുപ്വാരയിൽ ലഷ്കർ ഭീകരൻ ഫാറൂഖ് അഹമ്മദിന്റെ വീട് തകർത്തു. പഹൽഗാമിൽ ഭീകരർ ചെയ്തതുപോലെ ഒരു ഹിന്ദുവിനും പ്രവർത്തിക്കാനാവില്ലെന്ന് RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവത്. സംഭവത്തിൽ ശക്തമായ തിരിച്ചടി വേണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. ശത്രുത നമ്മുടെ സ്വഭാവമല്ല, പക്ഷേ ആക്രമണം സഹിച്ചുകൊണ്ടിരിക്കാനാകില്ല. അധികാരമുണ്ടെങ്കിൽ അത് പ്രയോഗിക്കാനുള്ള സമയമാണിത്. ഇത്തരം സമയങ്ങളിൽ ശക്തി പ്രകടിപ്പിക്കണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ വീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, ധനമന്ത്രി KN ബാലഗോപാൽ എന്നിവരും മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘങ്ങളുടെ വാഹനത്തിന് നേരെ ആക്രമണം. ബസ്സിനുള്ള ലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതിനെ തുടർന്ന് ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റു. വാഹനം ഉരസിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം. തിരുവനന്തപുരത്ത് കോളറ മരണം. കവടിയാർ സ്വദേശിയായ 63-കാരനാണ് മരിച്ചത്. 7 ദിവസം മുൻപായിരുന്നു മരണം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയെ വിലക്കി പിണറായി വിജയൻ. പ്രായപരിധി ഇളവ് കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമാണ് ബാധകമെന്ന് വിശദീകരണം. അതുപയോഗിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാകില്ലെന്ന് പിണറായിയുടെ വാദം. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് PK ശ്രീമതി. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ പിടിയിൽ. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ എക്സൈസ് പിടികൂടിയത്. പിടിയിലായവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. പാകിസ്ഥാൻ പൗരന്മാർ തിരികെ മടങ്ങുന്ന വിഷയത്തിൽ പ്രതികരണവുമായി BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. ഇതിനോടകം നിരവധി പേർ പാകിസ്ഥാനിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കൊയിലാണ്ടിയിലെ ഹംസയുടെ കാര്യം തനിക്കറിയില്ലെന്നും AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലൈംഗികാതിക്രമം നടത്തിയ ജീവനക്കാരൻ അറസ്റ്റിൽ. ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ കിടന്ന യുവതിയോടാണ് ജീവനക്കാരന്റെ അതിക്രമം ഉണ്ടായത്. സംഭവത്തിൽ ഓർത്തോപീഡിക്സ് വിഭാഗം ജീവനക്കാരൻ ദിൽകുമാർ അറസ്റ്റിൽ. കോഴിക്കോട് പാലക്കോട് വയലിൽ 20-കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് പാലക്കോട്ട് വയൽ സ്വദേശി സൂരജ്. മർദ്ദനം കോളേജിലെ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. സംഭവത്തിൽ അയൽവാസികളായ അച്ഛനും മക്കളുമടക്കം 10 പേർ കസ്റ്റഡിയിൽ. കൃത്യം സൂരജിനെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെയെന്ന് പോലീസ്. കോഴിക്കോട് പാലക്കോട്ട് വയലിൽ സൂരജിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അക്രമികൾ എത്തിയത് സുഹൃത്തായ അശ്വന്തിനെ മർദ്ദിക്കാനെന്ന് ഇരുവരുടെയും സുഹൃത്തായ പ്രത്യൂഷ്. ചാത്തമംഗലം
SNES കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളും ഒന്നാം വർഷ വിദ്യാർത്ഥികളും തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. മർദ്ദനം കൊലപാതകത്തിന് കാരണമായി. മെയ് 1 സെക്രട്ടേറിയറ്റ് പടിക്കൽ മേദിന റാലി നടത്താൻ ആശാപ്രവർത്തകർ. 100 കണക്കിന് ആശമാരെയും മറ്റ് തൊഴിലാളികളെയും അണിനിരത്തി റാലി സംഘടിപ്പിക്കാനാണ് തീരുമാനം. മെയ് 1 രാപ്പകൽ സമരം തുടങ്ങി 81 ദിവസം പിന്നിട്ടു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാൻ ഇനി 5 ദിനങ്ങൾ മാത്രം ബാക്കി. അവസാനഘട്ട മിനുക്കുപണികളിലാണ് തുറമുഖം. മെയ് 2 പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യുന്നതോടെ ആഗോള ചരക്കു ഗതാഗതത്തിന്റെ ഹബ്ബായി വിഴിഞ്ഞം മാറി. ക്ഷേമ പെൻഷന് വക കണ്ടെത്തുന്നതിനായി ഇന്ധന സെസ് ഏർപ്പെടുത്തിയതിന് പിന്നാലെ സംസ്ഥാനത്തെ ഡീസൽ നികുതിയിൽ 3.21% ഇടിവ്. കേരളത്തെ ആശ്രയിച്ചിരുന്ന ചരക്ക് ലോറികളടക്കം സെസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഡീസൽ നിറയ്ക്കുന്നതാണ് കാരണം. 3 മുതൽ 6 വരെയാണ് വിലയിലെ വ്യത്യാസം. കോട്ടയം പാല വള്ളിച്ചിറയിൽ ഒരാൾ കുത്തേറ്റു മരിച്ചു. ചെറുകര സ്വദേശി ബേബിയാണ് മരിച്ചത്. പ്രതി വള്ളിച്ചിറ സ്വദേശി AL ഫിലിപ്പോസിനെ പാല പോലീസ് പിടികൂടി. ഇരുവരും തമ്മിലുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതക കാരണം. കോഴിക്കോട് മുക്കം ആനയാംകുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ അരിയിൽ പൊതിഞ്ഞ നിലയിൽ ബ്രൗൺ ഷുഗർ കണ്ടെത്തി. സംഭവത്തിൽ ആസാം സ്വദേശി ആഷിഖ്, ഭാര്യ ജുസ്ന ബീഗം എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പരിശോധനയ്ക്കെത്തിയപ്പോൾ റൂം പൂട്ടിയ നിലയിൽ ആയിരുന്നു. പൂട്ട് പൊളിച്ച് അകത്തു കയറിയതിനു ശേഷം നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗർ കണ്ടെത്തിയത്. സ്ലാബില്ലാത്ത ഓവുചാലിൽ വീണ് ടാക്സി ഡ്രൈവറുടെ കൈയൊടിഞ്ഞു. കോഴിക്കോട് കക്കംവള്ളിയിലാണ് അപകടം നടന്നത്. പുറമേരി സ്വദേശി ലിബീഷാണ് പരിക്കേറ്റത്. കൈയൊടിഞ്ഞ ലിബീഷിന്റെ കാലിലും പരിക്കേറ്റിട്ടുണ്ട്. പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന നേതാക്കന്മാരെ തിരികെ കൊണ്ടുവരാൻ BJP നടപടികൾക്ക് തുടക്കം. മേഖലാ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പുതിയ നീക്കം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവരെ മത്സരിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. മുംബൈയിലെ ED ഓഫീസിൽ വൻ തീപിടുത്തം. ബല്ലാഡ് എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത്. 4ാം നിലയിൽ വരെ തീ പടർന്നതായാണ് സൂചന. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഇറാന്റെ തന്ത്രപ്രധാനമായ ബന്ദർ അബ്ബാസ് തുറമുഖത്തുണ്ടായ വൻ സ്ഫോടനത്തിൽ മരണസംഖ്യ 14 ഉയർന്നു. സ്ഫോടനത്തിൽ 750ഓളം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. തുറമുഖത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ കനത്ത നാശമാണ് ഉണ്ടായത്. സംഭവത്തിൽ ഇറാൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. 5000 ടൺ ഭാരമുള്ള ഡിസ്ട്രോയർ പടക്കപ്പൽ നിർമ്മിച്ച് ഉത്തര കൊറിയ. നംഫോയിലെ സൈനിക കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ആണ് കപ്പൽ നീറ്റിലിറക്കിയത്. ഉത്തര കൊറിയയിലെ ജാപ്പനീസ് വിരുദ്ധ വിപ്ലവ പോരാളി ചോ ഹ്യൂണിന്റെ സ്മരണാർത്ഥം ചോ ഹ്യൂൺ ക്ലാസ് എന്നതാണ് പടക്കപ്പലിന് പേര് നൽകിയിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ശ്രീലങ്കയ്ക്ക് $34.4 കോടി വായ്പാ തിരിച്ചടവ് ഇളവ് അനുവദിച്ച് അന്താരാഷ്ട്ര നാണയനിധി. തുക രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് പ്രയോജനപ്പെടുത്തും. സാമ്പത്തിക ഭരണ പ്രതിസന്ധിയെ തുടർന്ന് 2022 $4,600 കോടി വായ്പാ തിരിച്ചടവ് അവധി തെറ്റി ശ്രീലങ്ക വെട്ടിലായിരുന്നു. മാർച്ച് മാസത്തെ തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ട് നിർമ്മാതാക്കൾ പുറത്തുവിട്ടു. തിയേറ്റർ ഷെയറും ബജറ്റ് കണക്കുമാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്തുവിട്ടത്. പുറത്തിറങ്ങിയ 15 സിനിമകളിൽ ഭൂരിഭാഗവും നഷ്ടത്തിലാണെന്നാണ് കണക്കുകൾ പറയുന്നത്. മാർച്ച് മാസം ലാഭം നേടിയത് എമ്പുരാൻ മാത്രം. മാർച്ച് മാസം റിലീസ് ചെയ്ത സിനിമകളിൽ നിലവിൽ പ്രദർശനം തുടരുന്നത് 5 എണ്ണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അരുൺ വൈഗ സംവിധാനം ചെയ്യുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നു. നടൻ ദിലീപ്, സംവിധായകൻ ബ്ലസി എന്നിവർ ചേർന്നാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. മൈക്ക്, ഖൽബ്, ഗോളം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ രഞ്ജിത്ത് സജീവാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്.
മോഹൻലാൽ നായകനായ തുടരും സിനിമയുടെ കഥ മോഷ്ടിച്ചതാണെന്നാരോപിച്ച് ചലച്ചിത്ര സംവിധായകൻ നന്ദകുമാർ. സിനിമയുടെ കഥ തന്റെ രാമൻ എന്ന കഥയുടെ പകർപ്പാണെന്നും തന്റെ സൃഷ്ടിയെ അനുവാദമില്ലാതെ അന്യായമായി ഉപയോഗിക്കുകയായിരുന്നുവെന്നും നന്ദകുമാർ ആരോപിച്ചു. മലപ്പുറത്ത് ഒമാനിൽ നിന്ന് കടത്തിയ 1.5 കിലോ MDMA കേസിൽ 2 പേർ കൂടി പിടിയിൽ. കോഴിക്കോട് ബേപ്പൂർ സ്വദേശി മുഹമ്മദ് സനിൽ, കൊണ്ടോട്ടി സ്വദേശി നാഫീദ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ മാസമാണ് ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊണ്ടോട്ടി മുക്കൂട് മുള്ളൻമടത്തിൽ ആഷിഖിന്റെ വീട്ടിൽ നിന്നും പാഴ്സലിൽ ഒളിപ്പിച്ച് കടത്തിയ MDMA പിടികൂടിയത്. പണി എന്ന ചിത്രത്തിന് ശേഷം സാഗർ സൂര്യയും ജുനൈസും ഒന്നിക്കുന്ന ഡർബി എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറക്കി. കടകൻ എന്ന സിനിമയ്ക്ക് ശേഷം സജിൽ മമ്പാട് സംവിധാനം ചെയ്യുന്ന ചിത്രം ഡിമാൻഡഡ് ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ മൻസൂർ അബ്ദുൾ റസാഖും ദീമ മൻസൂറും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ആക്ഷൻ കോമഡി വിഭാഗത്തിലെ ചിത്രം മെയ് 6 മലപ്പുറത്ത് ചിത്രീകരണം ആരംഭിക്കും. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് 5.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. കസ്റ്റംസ് പ്രിവന്റീവാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. കൊച്ചിയിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ മലപ്പുറം സ്വദേശി പിടിയിൽ. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് വിദേശത്തേക്കുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് പിടികൂടുന്നത്. വിദേശത്ത് നിന്ന് കൊച്ചിയിൽ എത്തിച്ച് ഗൾഫിലേക്ക് കടത്തുകയായിരുന്നു എന്ന് സംശയം. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങി. തൃശൂർ കൊക്കാലയിൽ കൊറിയർ വഴി കഞ്ചാവ് അയച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. പാലക്കാട് മുതലമട സ്വദേശി സയ്യിദ് മൻസിലിൽ ആണ് പിടിയിലായത്. കൊക്കാലയിലുള്ള കൊറിയർ സ്ഥാപനത്തിൽ 2 പാഴ്സലുകളിൽ കഞ്ചാവുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. അന്വേഷണത്തിൽ 4 കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തി. തിരുവനന്തപുരം പരുത്തിക്കുഴിയിൽ ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. പരുത്തിക്കുഴി അനസാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും തിരുവനന്തപുരം സർക്കിളും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് യുവാവിനെ പിടികൂടിയത്. പ്രതിയിൽ നിന്നും 1.5 കിലോയോളം കഞ്ചാവും 600 മില്ലിഗ്രാം ആശിഷ് ഓയിലും പിടികൂടി. കൊല്ലം ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 7 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. വർക്കല കുടവൂർ സ്വദേശി തൗഫീഖാണ് പിടിയിലായത്. എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ തെങ്കാശി കൊല്ലം KSRTC ബസ്സിൽ നിന്നുമാണ് ഇയാൾ കഞ്ചാവുമായി പിടിയിലായത്. ഇയാൾക്കെതിരെ NDPS കേസെടുത്തു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. കോണത്തുകുന്ന് ജനതാ കോർണർ സ്വദേശി ഉണ്ണിയാണ് പിടിയിലായത്. പ്രതിയുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. വഖഫ് ഭേദഗതി നിയമത്തിനും ലഹരി മാഫിയയ്ക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടിക്കുമെതിരെ ആം ആദ്മി പാർട്ടി. ഏറനാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മിഷൻ 2025 വാഹന പ്രചരണം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റിഷാദ് പൂവത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കുന്നത്തുകാൽ ജംഗ്ഷനിൽ മുതലാളിമാർക്ക് വേണ്ടി പുറംപോക്ക് ഭൂമി ഏറ്റെടുക്കാതെ വികസനം മുരടിപ്പിക്കുന്നതിനെതിരെ BJP ഏരിയ കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. റോഡ് ഉപരോധത്തിൽ വണ്ടിത്തടം ദിലീപിന്റെ അധ്യക്ഷതയിൽ മണ്ഡലം പ്രസിഡന്റ് രതീഷ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം വടക്കൻ പറവൂരിൽ പാതിവില തട്ടിപ്പിൽ പ്രതിഷേധം ശക്തം. ജനസേവാ സമിതി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ മധുവിന്റെ വീട്ടിലേക്ക് മാർച്ചും കുത്തിയിരിപ്പ് പ്രതിഷേധവും നടന്നു. 2000-ലധികം പേർക്ക് ഇരുചക്ര വാഹനത്തിന്റെ പേരിൽ 15 കോടിയോളം രൂപ നഷ്ടപ്പെട്ടു എന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. കൊല്ലം ചിതറയിൽ ഈച്ചശല്യം സഹിക്കാൻ കഴിയാതെ ജീവിതം വഴിമുട്ടി ജനങ്ങൾ. ഇതിനെ തുടർന്ന് ചിതറ പ്രദേശവാസികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉപരോധിക്കുന്നു. 10 മണിയോടെ ചിതറ പഞ്ചായത്ത് ഓഫീസാണ് ഉപരോധിക്കുന്നത്. 5000-ഓളം മുട്ടക്കോഴി വളർത്തുന്ന ഫാമിൽ നിന്നാണ് ഈച്ച പെരുകുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അശാസ്ത്രീയമായ കോഴി വളർത്തലാണ് ഈച്ച പെരുകാൻ കാരണമെന്നും പ്രതിഷേധക്കാർ പറയുന്നു. വധശ്രമക്കേസിലെ ശിക്ഷാവിധിക്കു ശേഷം കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ പോയ പ്രതി പിടിയിൽ. മന്നംപറമ്പിൽ വീട്ടിൽ സന്ദീപാണ് പിടിയിലായത്. സന്ദീപിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 2015-2016 വർഷങ്ങളിൽ വധശ്രമ കേസുകളും
2019, 2022 വർഷങ്ങളിൽ അടിപിടി കേസുകളും അടക്കം 5 ക്രിമിനൽ കേസുകളുണ്ട്. വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞ് വന്നിരുന്ന കുഴൽപ്പണ കവർച്ചാ കേസ് പ്രതി ഇഞ്ചി ബിജു പിടിയിൽ. പാലാ ഭരണങ്ങാനത്ത് നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 14 വർഷത്തിന് ശേഷമാണ് പ്രതി പിടിയിലായത്. ആലപ്പുഴ മാന്നാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അമ്മയും രണ്ടാനച്ഛനും അറസ്റ്റിൽ. ചെന്നിത്തലയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന കുട്ടമ്പേരൂർ സ്വദേശിനിയായ പ്രവീണ, ജോമോൻ എന്നിവരെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2024 സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൊല്ലം കടക്കലിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട 17-കാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച യുവാവ് പോലീസിന്റെ പിടിയിലായി. പരവൂർ പൊഴിക്കര സ്വദേശി അഭിനന്ദാണ് അറസ്റ്റിലായത്. കടക്കൽ സ്വദേശിനിയായ 17-കാരിയെയാണ് നവമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചത്. മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ തൃപ്രയാർ സെന്ററിൽ ഇരുമ്പുവടി കൊണ്ട് മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമം. നാട്ടിക സ്വദേശി രാധാകൃഷ്ണനെയാണ് ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഏപ്രിൽ 15-നാണ് കൊലപാതക ശ്രമം നടന്നത്. സംഭവത്തിൽ താന്യം തോട്ടാഞ്ചിറ സ്വദേശി സനിലിനെതിരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും തമ്മിൽ 2 മാസം മുമ്പ് അടിപിടിയുണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതക ശ്രമമെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം പുനലൂരിൽ വീണ്ടും കള്ളപ്പണവുമായി 2 പേർ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ അബ്ദുൾ അസീസ്, ബാലാജി എന്നിവരാണ് പിടിയിലായത്. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ RPFും പോലീസും നടത്തിയ പരിശോധനയിൽ രേഖകളില്ലാത്ത 34 ലക്ഷം രൂപയാണ് കണ്ടെടുത്തത്. തിരുവനന്തപുരം കഴക്കൂട്ടം ഫാത്തിമ മാതാ പള്ളിമുറ്റത്തെ മാതാവിന്റെ പ്രതിമ തകർത്ത പ്രതി പിടിയിൽ. തുമ്പ കിൻഫയ്ക്കു സമീപം താമസിക്കുന്ന മാർട്ടിൻ തങ്കച്ചനാണ് പിടിയിലായത്. ഇയാൾ മാനസിക രോഗിയാണെന്നാണ് പ്രാഥമിക വിവരം. വെള്ളിയാഴ്ച രാത്രി ഫാത്തിമ മാതാ ചർച്ചിലെത്തി പ്രാർത്ഥിച്ച ശേഷം പ്രതിമ ദൂരേക്ക് വലിച്ചെറിയുകയായിരുന്നു. സംഭവത്തിൽ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മാർട്ടിൻ തങ്കച്ചനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവാവിന് സൂര്യാഘാതമേറ്റു. നെയ്യാറ്റിൻകര സ്വദേശി അജീഷിനാണ് സൂര്യാഘാതം ഏറ്റത്. ശരീരത്തിൽ പൊള്ളലേറ്റ യുവാവിനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി അയ്യപ്പൻ കോവിലിൽ അപകടത്തിൽപ്പെട്ട കാറിൽ ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവ് കടന്നുകളഞ്ഞു. ആലടി സ്വദേശി സുരേഷ് ആണ് തലകീഴായി മറിഞ്ഞ കാറിൽ നിന്ന് ഭാര്യ നവീനയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ സ്ഥലത്തു നിന്ന് കടന്നു കളഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ നവീനയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കാർ ഓടിച്ചിരുന്ന സുരേഷിനെ ഉപ്പുതറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം നെടുമങ്ങാടിൽ ബസ്സിനിടയിൽപ്പെട്ട യാത്രക്കാരി ചികിത്സക്കിടെ മരിച്ചു. ചെല്ലാങ്കോട് സ്വദേശി അനിതകുമാരിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം KSRTC നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിലാണ് അപകടം. ബസ്സിൽ നിന്ന് പുറത്തിറങ്ങവേ പുറകെയെത്തിയ ഫാസ്റ്റ് ബസിന്റെ ഇടയിൽപ്പെട്ട് എല്ലുകൾക്ക് സാരമായി പരിക്കേൽക്കുകയായിരുന്നു. മുതലപ്പുഴയിൽ ട്രെജർ പൊഴിക്കുള്ളിലേക്ക് കയറ്റുവാനുള്ള ശ്രമത്തിനിടെ അപകടം. ട്രെജറിലേക്ക് കയർ കെട്ടുന്നതിനിടയിൽ കയർ കാലിൽ കുരുങ്ങിയായിരുന്നു അപകടം. പെരുമാതുറ സ്വദേശി ഷഹീറിനാണ് പരിക്കേറ്റത്. മലപ്പുറം കുറ്റിപ്പുറം മൂടാലിൽ റോഡ് മുറിച്ചു കടന്ന യുവതിക്ക് അജ്ഞാത വാഹനമിടിച്ച് പരിക്കേറ്റു. കുറ്റിപ്പുറം എടച്ചലം സ്വദേശി സ്മിതയ്ക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ സ്മിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം കടക്കലിൽ ബൈക്കിന് പുറകിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. ആഴന്തക്കുഴി സ്വദേശി ഷാമാണ് മരിച്ചത്. അമിത വേഗതയിലായിരുന്ന കാർ ബൈക്കിലിടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷാമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറത്ത് ബൈക്കിന് പിന്നിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഉപ്പള സ്വദേശി മോഹൻ ജോർജാണ് മരിച്ചത്. അമിത വേഗതയിൽ വന്ന ലോറി ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ദേശീയപാത തൃശൂർ പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ടാറ്റ സുമോ ഹൈമാസ് ലൈറ്റിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു.
പറപ്പൂർ നാലുപുരയ്ക്കൽ സ്വദേശി മല്ലികയാണ് മരിച്ചത്. സിഗ്നൽ ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട ടാറ്റ സുമോ സമീപത്തെ ഹൈമാസ് ലൈറ്റ് കാലിൽ ഇടിക്കുകയായിരുന്നു. തിരുവനന്തപുരം വിതുര താവക്കലിൽ ഒഴുക്കിൽപ്പെട്ട് തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശി മോഹൻരാജ് സുബ്രഹ്മണ്യമാണ് മരിച്ചത്. വലിയമല ISRO വിദ്യാർത്ഥിയാണ് സുബ്രഹ്മണ്യം. വിതുര ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. വിതുര പോലീസ് കേസെടുത്തു. തൃശൂർ എളനാട് തിരുമണിയിൽ കാട്ടാനയിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. തിരുമണിയിലെ കർഷകരായ കൃഷ്ണൻ, കീഴ്പാലക്കാട് മനോജ് എന്നിവരുടെ കാർഷിക വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കൃഷ്ണന്റെ 15ലധികം വാഴകളും മനോജിന്റെ കൃഷിയിടത്തിലെ തെങ്ങുകളും കവുങ്ങുമാണ് നശിപ്പിച്ചത്. അതിർത്തി പ്രദേശമായ വനമേഖലയിൽ നിന്നെത്തിയ കാട്ടാനകൾ കമ്പിവേലി തകർത്താണ് കൃഷിയിടത്തിലെത്തിയത്. വയനാട് സുൽത്താൻ ബത്തേരി തൊട്ടപ്പൻ കുളത്തെ ലൂയിസ് ഫിലിപ്പ് ഷോപ്പിലേക്ക് പുള്ളിമാൻ ഓടിക്കയറി. കൂട്ടം തെറ്റിയ പുള്ളിമാനെ തെരുവ് നായ്ക്കൾ ഓടിച്ചു കൊണ്ടുവരുന്ന വഴിയാണ് കടയിലേക്ക് കയറിയതെന്നാണ് നിഗമനം. കടയ്ക്കുള്ളിൽ കയറിയ പുള്ളിമാൻ ഡ്രസ് ട്രയൽ റൂമിൽ കയറി നിൽക്കുകയായിരുന്നു. വനംവകുപ്പ് എത്തി വലയിട്ട് പുള്ളിമാനെ പിടിച്ചു. കണ്ണൂർ പെരളശ്ശേരി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തന രൂപരേഖ പ്രകാശനവും കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനവും ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AV ഷീബ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചിട്ടുള്ള പുരസ്കാര വിതരണം ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ നടത്തി. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗുരുവായൂർ ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകരൻ IASന് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യാത്രയയപ്പ് നൽകി. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. ദേവസ്വത്തിന്റെ ഉപഹാരമായി നിലവിളക്കും ചുമർചിത്രവും സമ്മാനിച്ചു. മലപ്പുറം ചങ്ങരംകുളം പള്ളിക്കര തെക്കുമുറി അംഗനവാടി ടീച്ചറായി 35 വർഷത്തിലധികം സേവനമനുഷ്ഠിച്ച ഉഷ ടീച്ചർക്ക് യാത്രയയപ്പ് സംഗമം സംഘടിപ്പിക്കും. വൈകിട്ട് 7 നടക്കുന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ ഉദ്ഘാടനം ചെയ്യും. അംഗനവാടി വെൽഫെയർ കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്നാണ് യാത്രയയപ്പ് സംഗമം നടത്തുന്നത്. ഗുരുവായൂർ ദേവസ്വം 4ാമത് അഷ്ടപതി സംഗീതോത്സവത്തിന്റെ പ്രാരംഭമായി അഷ്ടപതി സെമിനാർ നടത്തി. ശ്രീവത്സം അനക്സിലെ കൃഷ്ണഗീതി ഹാളിൽ നടന്ന സെമിനാർ ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത അഷ്ടപതി കലാകാരൻ അമ്പലപ്പുഴ വിജയകുമാർ സോപാന സംഗീതത്തിന്റെ വൈവിധ്യങ്ങൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയുടെ പോസ്റ്ററിന്റെയും പ്രചരണ വീഡിയോകളുടെയും പ്രകാശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. യോഗത്തിൽ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. പാലക്കാട് മണ്ണിയം പെരുമ്പലത്ത് നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിലിടിച്ച് അപകടം. കാറിൽ ഉണ്ടായിരുന്നവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കൂടല്ലൂർ സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ 3 പോസ്റ്റുകൾ തകർന്നു. KCB അധികൃതരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ആലപ്പുഴ തലവടി ഗണപതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ചക്കുളത്തുകാവ് ക്ഷേത്രം കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി ദീപപ്രകാശനം നിർവഹിച്ചു. യജ്ഞാചാര്യൻ പ്രഭാകര ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂരിന്റെ വിജ്ഞാന സമ്പത്ത് ഘടന ശക്തിപ്പെടുത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേളയുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയർ കേരള വികസന മാതൃകയിൽ പുതിയ ചരിത്രം രചിക്കുമ്പോൾ വിപുലമായ സജ്ജീകരണങ്ങളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. അഖില കേരള അഭിഭാഷക കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കം. കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കലോത്സവത്തിന് തിരി തെളിയിച്ചു. പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി P മായാദേവി മുഖ്യാതിഥിയായി. മലപ്പുറം വൈരങ്കോട് നവജീവൻ വിദ്യാദീപത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമീണ ഗ്രന്ഥാലയം ഒരുക്കും. അന്താരാഷ്ട്ര പുസ്തക ദിനാചരണത്തിന്റെ ഭാഗമായി ഗ്രന്ഥാലയത്തിന്റെ ഭാരവാഹികൾ പുസ്തകങ്ങൾ ശേഖരിച്ചു തുടങ്ങി. പുസ്തക ശേഖരണ ഉദ്ഘാടനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TV റംഷീദ പുസ്തകങ്ങൾ സമ്മാനിച്ച് നിർവഹിച്ചു. ഗ്രാമീണ ജനതയെ വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയാണ് വായനശാല ഒരുക്കുന്നത്.
തൃശൂർ വടക്കാഞ്ചേരി SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ചതയത്തിന് പ്രാർത്ഥനയും കശ്മീരിലെ പഹൽഗ്രാമിലെ ഭീകരാക്രമണത്തിൽ മരണത്തിനിരയായവർക്ക് അനുശോചന പ്രാർത്ഥനയും നടന്നു. ശാഖാ പ്രസിഡന്റ് ഡോക്ടർ K. ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് പ്രാർത്ഥന സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൽ ഉയരവിളക്കുകൾ സ്ഥാപിച്ചു. നന്ദിയോട് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 37 പ്രധാന സ്ഥലങ്ങളിലാണ് ഉയരവിളക്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഉദ്ഘാടനം നന്ദിയോട് പബ്ലിക് മാർക്കറ്റിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ രാജീവൻ നിർവഹിച്ചു. അതിവേഗ വാർത്ത അവസാനിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്താദിനം കാണാം.